എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുകയാണ്. സ്നേഹത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവും സമാധാനവും ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ എന്നും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയാതെ ഇരിക്കാനും വയ്യ, പറയാനും വയ്യ എന്ന അവസ്ഥയിലാണ്. ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ ചിലപ്പോ പറഞ്ഞു പോകണ്ടല്ലേ, പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മളെ നിയോഗം അതായില്ലേ. കാരണം നിങ്ങളെ തിരിച്ചറിവുകൾ നൽകുക എന്നതാണല്ലോ നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ പ്രിയോറിറ്റി എന്ന് പറയുന്നത്. ജീവിതം എന്തുകൊണ്ട് ഇങ്ങനെയായി എന്ന് ചോദിക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ അവരോടുള്ള മറുപടി നിങ്ങൾ രക്ഷപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ചോദ്യമാണ് ആദ്യത്തെ. എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് ചോദ്യം തുടങ്ങുന്നിടത്തു നിന്നാണ് അവരെ മാറ്റം തുടങ്ങുക. മറ്റൊരു വിഭാഗമുണ്ട്, ഒരിക്കൽ പോലും അങ്ങനെ ചിന്തിക്കുക പോലും ഇല്ല. എന്റെ ജീവിതം ഇങ്ങനെ ആയി എന്ന് സ്ഥാപിച്ചു കളയുന്നവർ. എന്തുകൊണ്ടായി ഇങ്ങനെ എന്നൊരിക്കലും പറയാതെ എന്റെ ജീവിതം ഇങ്ങനെയാണ് എന്ന് തീരുമാനിച്ചു കളയും. അവരോടാണ് കൂടുതലായിട്ട് പറയാനുള്ളത്, ദയവ് ചെയ്ത് അങ്ങനെ സ്ഥാപിച്ചേക്കരുത്. കാരണം ഈ ലോകത്തിൽ ഒന്നും ശാശ്വതമല്ല. നിങ്ങളും ഞാനും ഒക്കെ മാറി മറിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ സംഭവങ്ങളാണ്, വസ്തുക്കളാണ്, അല്ലെങ്കിൽ എളുപ്പം പറഞ്ഞ എനർജികളാണ്. അതുകൊണ്ട് ഒന്നും അങ്ങനെ അങ്ങ് ആയിരുന്നില്ല, നമ്മളായിട്ട് ആക്കി എടുക്കുന്നതാണ്. അപ്പൊ അതിന് സാധ്യത ഉണ്ടാക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിക്കാനെങ്കിലും തയ്യാറാവുക. അപ്പോൾ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവും. അല്ല, ഞാൻ ഇങ്ങനെയൊക്കെ ആവുള്ളൂ എന്ന് തീരുമാനിച്ചിരുന്നവരോട് ഒറ്റ വാക്കേ ഉള്ളൂ, നിങ്ങൾ നിങ്ങളെ വഴി, നമ്മൾ നമ്മളെ വഴി. മറ്റൊന്നിനും സമയം ചെലവാക്കേണ്ട. കാരണം നിങ്ങളുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. കാരണം ഞങ്ങളുടെയൊക്കെ സമയത്തിന് അത്രയും വിലയില്ല. നിങ്ങളുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. എന്തുകൊണ്ടാണെന്നറിയോ? വേസ്റ്റ് ആക്കാൻ പോകുന്ന വസ്തുവിനെ വില നിർണ്ണയിക്കാൻ സാധിക്കില്ല. അത് ഏത് വിലയാണ് പറയുന്നത് എന്നതുകൊണ്ട് മാത്രം വളരെ ലളിതമായി ഞാൻ പറഞ്ഞു വെച്ചു. ബാക്കി അവരവർക്ക് മനസ്സിലാക്കുക എന്ന് മാത്രമാണ്. ഓക്കെ, ഇന്നത്തെ വിഷയം ഞാൻ സ്റ്റാർട്ടിങ് വന്നപ്പോൾ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം അത് പറയാതിരിക്കാൻ എനിക്ക് വയ്യ. കാരണം വീണ്ടും ഞാൻ പറഞ്ഞില്ല, എന്റെ ഒരു രീതി അതായിപ്പോയി. അതുകൊണ്ട് പണത്തെ പറ്റി പറഞ്ഞാൽ എല്ലാവർക്കും താല്പര്യമാണ്. ആരോഗ്യത്തെ പറ്റി പറഞ്ഞാൽ ആർക്കും കേൾക്കണ്ട. 90% ആൾക്കാർക്കും കേൾക്കണ്ട, 10% മാത്രം കേട്ടാൽ മതി. പക്ഷെ ആരോഗ്യമില്ല എന്ന് പരാതി പറയാൻ 90% തയ്യാറാണ്. അവിടെയാണ് ആദ്യത്തെ തിരുത്തൽ നടത്തേണ്ടത്. എന്തെങ്കിലും ഇന്നലെ ഞാൻ പറഞ്ഞാണ്, വീണ്ടും റിക്വസ്റ്റ് ചെയ്ത് പറയുന്നു, വീണ്ടും റിക്വസ്റ്റ് ചെയ്ത്, ജീവിതത്തിൽ എന്തെങ്കിലും നേടി എന്ന് നമുക്ക് തീരുമാനിക്കണമെങ്കിൽ ആരോഗ്യമില്ലെങ്കിൽ നടക്കില്ല. ഒരു ശരീരത്തിൽ, ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമേ ഏതെങ്കിലും ഒരു സംഭവം നേടിയതായി സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ പണത്തിനൊരു ഇതിന്റെ വില പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കൊക്കെ പണമില്ല എന്ന് കരുതുന്നു, ആദ്യം നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തിലോട്ട് നോക്കൂ. അവിടെ അറിയാൻ പറ്റും, ആരോഗ്യമില്ലെങ്കിൽ പണമുണ്ടാവില്ല. പണമില്ല എന്ന് പരിതപിക്കുന്ന ആളോടുള്ള നിത്യ പ്രാർത്ഥന മാത്രമാണ്, നിങ്ങൾ ആരോഗ്യം ഉണ്ടാക്കൂ, പണം ഓട്ടോമാറ്റിക് വരും. പണമില്ലാതെ, ആരോഗ്യമില്ലാതെ പണം ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ അറ്റ് ആൾ. ഇന്നലത്തെ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള അഫർമേഷൻ കൊടുത്തപ്പോ 2000 ആൾക്കാർ പോലും യൂട്യൂബിൽ കണ്ടിട്ടില്ല. ഇന്നിപ്പോ മാനിഫെസ്റ്റേഷന്റെ എന്തുകൊണ്ട് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നില്ല അത് പഠിപ്പിച്ചു തരാൻ വന്നപ്പോ ആർക്കും വേണ്ട. ഇതാ പിടിച്ചോളൂ, ഇത് വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണം. അങ്ങനെയൊന്നും ജീവിതം മാറ്റിയെടുക്കാൻ സാധിക്കും നോക്കരുത് കേട്ടോ, നടക്കില്ല. ഇപ്പൊ ഇതേ ഞാൻ ഇന്നലെ കമ്പാരിസൺ എടുക്കുകയായിരുന്നു. പണം ഞെടിയിടയിൽ എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ തന്നെ അഫർമേഷൻ കൊടുത്തപ്പോ ഒറ്റ ദിവസം കൊണ്ട് 3 മാസം കൊണ്ട് 1,00,000-ൽ പരം ആൾക്കാർ കണ്ടു. ആരോഗ്യത്തിൽ പറഞ്ഞപ്പോ 2000 ആൾക്കാർ. മനസ്സിലാക്കുക സഹോദരങ്ങളെ, മനസ്സിലാക്കുക. ഹെൽത്തിനേക്കാളും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, ഹെൽത്തിനേക്കാളും വലിയ വെൽത്ത് ഇല്ല. അത് ഉണ്ടായാൽ മാത്രമേ എല്ലാം സാധിക്കുകയുള്ളൂ എന്ന് ഒന്നുകൂടി കൂപ്പ് കൈയോട് പറയുന്നു. നിങ്ങൾ അത് നിലനിർത്തൂ.
എങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇത്രയും പറയാനല്ലേ നമുക്ക് പറ്റുള്ളൂ, അല്ലെ? അവനവന്റെ നമുക്കിപ്പോ പറഞ്ഞു തരാനല്ലേ പറ്റുള്ളൂ. ഒരുപാട് ആൾക്കാരുടെ ജീവിതം മാറിയിട്ടുണ്ട് നമ്മൾ സംസാരിച്ചത് കൊണ്ട്, നമ്മളുടെ ക്ലാസ്സിൽ ഇരുന്നു കൊണ്ടും ക്ലാസ് യൂട്യൂബിൽ കേട്ടുകൊണ്ടും ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ പറയുന്ന മെസ്സേജുകൾ കേൾക്കുമ്പോൾ സന്തോഷപൂർവ്വം മാറ്റമുണ്ടായെന്ന്, ഇനിയും മാറ്റം ഉണ്ടാക്കാൻ സാധിക്കട്ടെ. നിങ്ങൾ ഇനിയും ചിന്തകൾ ചിന്തിക്കൂ, ഇത്തരം കാര്യങ്ങൾ ഒന്നുകൂടി തിരിച്ചറിവ് പറ്റൂ, വലിയ കുടുംബപരമായിട്ട് മാറ്റം ഉണ്ടാക്കാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞപ്പോ സീരിയൽ കാണുന്നതൊക്കെ നല്ലതാണ് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ സീരിയൽ കാണണ്ടെന്ന് ഞാൻ പറയില്ല. കരയാനാണ് നിങ്ങൾക്ക് യോഗമെങ്കിൽ ആർക്കും നിങ്ങൾ തടയാൻ സാധിക്കില്ല. ചിരിക്കാനാണ് നിങ്ങൾ തീരുമാനമെങ്കിൽ 100 വഴികളിലൂടെ നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റും. തീരുമാനം നിങ്ങളാണ്. വെറുതെ കരയാനുള്ള സമയം കണ്ടിട്ട് കരച്ചിൽ നിർത്തിയിട്ട് ഞാൻ എന്തേ മാറാത്തേന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരേ ഉള്ളൂ: നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലുകയാണെന്നേ പറയാം. സീരിയലുകളെല്ലാം എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല, പ്രൈം ടൈം സീരിയലുകളെല്ലാം കരയാൻ വേണ്ടി മാത്രം കൊടുത്താണ്. നിങ്ങൾ ആലോചിച്ചു കൊടുക്കുക, എളുപ്പത്തിൽ പറയാം. എന്തുകൊണ്ട് ഇന്ന് കേരളത്തിലെ ഇത്രയും വലിയ അവസ്ഥയ്ക്ക് കാരണമായി എന്ന് ചോദിച്ചാൽ ഏറ്റവും ഈസി ആയിട്ട് പറയാൻ പറ്റും. സീരിയൽ ആരെല്ലാം എന്നോട് കേസ് കൊടുക്കൊന്നും വേണ്ട, ഞാൻ അങ്ങനെയല്ല, പൊതുവായി പറഞ്ഞ വൈകുന്നേരത്തെ നമ്മുടെ വീട്ടിലെ നിത്യചര്യയിൽ വന്ന മാറ്റമാണ് നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഏകദേശം വിഷയങ്ങളും. പ്രാർത്ഥനയില്ല, വിളക്ക് വെപ്പില്ല, വീട് തൂത്തു അടക്കലില്ല, വൃത്തിയിലാക്കലില്ല, മക്കൾ വന്നു നോക്കാറില്ല, മക്കൾക്ക് ഭക്ഷണത്തിന് കാര്യം നോക്കാറില്ല, മക്കൾ പഠിച്ചോ നോക്കാറില്ല, മക്കൾ എന്താ പറയാ ഏത് കൂട്ടുകെട്ടിലാ നിന്നതെന്ന് നോക്കാൻ അച്ഛനും അമ്മയ്ക്ക് സമയമില്ല. അച്ഛൻ ഓഫീസിൽ നിന്ന് ഓടി വന്നു, ന്യൂസിന്റെ മുമ്പിൽ ഇരുന്നു. അമ്മ ഓഫീസിൽ നിന്ന് ഓടി വന്നു, സീരിയൽ ഓണാക്കി കിച്ചണിലെ പണിക്ക് പോയി. അല്ലാത്തവരാണെങ്കിൽ സോഫയിൽ ഇരുന്ന് സുഖമായിട്ട് ടി വി കണ്ടു. മക്കൾ എന്ത് നോക്കുന്നു, ഏത് നോക്കുന്നു എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത പാരന്റ്സിനോട് പറയുകയാണ്, ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും ഇപ്പൊ അനുഭവിക്കുന്നുണ്ട്, എല്ലാം നമ്മളായിട്ട് ഉണ്ടാക്കി വെച്ചത്. നിങ്ങൾ എന്ന് പറയാൻ പാടില്ലല്ലോ, നമ്മളാക്കി ഉണ്ടാക്കി വെച്ചതാണ്. തിരിച്ചറിവ് ഉണ്ടാക്കൂ ഇനിയെങ്കിലും. എന്തുകൊണ്ട് 6 മണിക്കോ അല്ലെങ്കിൽ 6 മണിക്കും 8 മണിക്കോ ഇടയിൽ പ്രൈം ടൈം ആയി നമ്മുടെ കേരളത്തില്? പ്രൈം ടൈമാണ്, ഏറ്റവും പ്രീഷ്യസ് ടൈമാണ് ചാനലുകാരുടെ. 6 മണിക്കും 8 മണിക്കും ഇടയിൽ. എന്തുകൊണ്ട്? ഏതാണ് 6 മണിക്കും 8 മണിക്കും നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് സമയം? എന്താണ് അവിടെ നടക്കേണ്ടത്? 6 മണിക്കും 8 മണിക്കിടയിൽ വീട്ടിൽ എന്താണ് നടക്കേണ്ടത്? ഒരു വീട്ടിൽ ഏത് മതവിഭാഗം, മതമില്ലാത്ത അവസ്ഥയിൽ എല്ലാവർക്കും ഉണ്ട്. അതൊന്നും നമ്മൾ എന്തും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അതൊക്കെ സ്ഥിരമായിട്ടുണ്ട്. അങ്ങനെ തന്നെ പറയാം. എല്ലാ മതാനുഷ്ഠാനങ്ങളും എല്ലാ വീട്ടിലും നിത്യവും നടക്കേണ്ട പരിപാടി എന്താണ്? എത്ര വീട്ടിലത് നടക്കുന്നുണ്ട്? നമ്മളൊക്കെ കുഞ്ഞു പ്രായത്തിൽ നടന്നിരുന്നോ? ഇന്ന് പുതിയ തലമുറക്ക് ആർക്കറിയാം? ഇത് തന്നെയല്ലേ വിഷയം. മക്കൾ വൈകുന്നേരം നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് മക്കൾ പുറത്തെവിടെ പോയി കളിച്ചാലും 6 മണിയൊക്കെ മുമ്പ് വീട്ടിലെത്തിയിരിക്കണം, വിളക്ക് വെക്കാൻ എത്തിയിരിക്കണം എന്ന് പറയുന്ന അച്ഛനമ്മയുടെ കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ മക്കൾ എപ്പോ വന്നു എന്ന് അച്ഛനമ്മയും കാണുന്നില്ല. മകൻ കയറി വരുന്നതൊക്കെ +1 അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ കയറി വരുന്നത് രാത്രി 12 1 മണിക്കുമാണ്. നിങ്ങളുടെ വീട്ടിൽ നോക്കിയാൽ മതി, ഉണ്ടോ ഇല്ലയോ. ചോദിച്ചാൽ ചോദിച്ചാൽ അവൻ ദേഷ്യപ്പെട്ടു, അതുകൊണ്ട് ചോദിക്കുന്നില്ല. ജനിച്ചെന്ന് മുതലേ ആ കുട്ടി ദേഷ്യപ്പെട്ടു തുടങ്ങിയിട്ടൊന്നുമല്ല ജനിച്ചത് കേട്ടോ, നമ്മളായിട്ട് ദേഷ്യം കാണിച്ചു കൊടുത്തതാണ്. ഞാനത് കൂടുതൽ പറയുന്നില്ല. ബാക്കിയെല്ലാം അവരവർക്ക് ഉണ്ടാക്കേണ്ട തിരിവ് മാത്രമാണ്. ദയവ് ചെയ്ത് ഉണ്ടാക്കിയാൽ നമ്മുടെ സമൂഹം രക്ഷപ്പെടും, അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങ് പോകും. എന്നിട്ട് പരിതപിച്ച് പോവുക. ഇത്രമാത്രം ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. കാരണം ഇത് ചില സമയത്ത് പറഞ്ഞു പോയില്ലെങ്കിൽ ശരിയാവില്ല എന്ന് കണ്ടുകൊണ്ട്. യെസ്, നാമം ജപം എന്നൊക്കെ പറയുന്നത് എന്തിനാണ് എന്ന് ശരിക്കും മനസ്സിലാക്കുക. ഞാൻ അതിന്റെ മതമോ അതിന്റെ രീതികളോ ഒന്നും പറയുന്നില്ല. അവനവന്റെ വീട്ടിൽ ദിവസം ആ സമയത്തൊന്ന് ഇരിക്കാൻ സാധിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പുണ്യം. ഏറ്റവും നല്ല സമയം അതാണ്. ആ വീട്ടിലെ എനർജിയെ ക്രിയേറ്റ് ചെയ്യുന്ന സമയമാണ്. ക്രിസ്ത്യൻ സമൂഹത്തിനിടെ അല്ലെങ്കിൽ സഹോദരന്മാരുടെ ഇടയിൽ അത്താഴം കഴിക്കുമ്പോൾ നിത്യ പ്രാർത്ഥനയുണ്ടായിരുന്നു. അത്താഴത്തിനോട് പ്രാർത്ഥനയുണ്ടായിരുന്നു. കിട്ടുന്ന ഭക്ഷണത്തോട് നന്ദി പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് എവിടെ പോയി അത്? എത്ര വീട്ടിലുണ്ട്?
അച്ഛനും അമ്മയും മക്കളും കൂട്ടിയിരുന്ന് തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന കൂട്ടപ്രാർത്ഥനയുടെ കാലമുണ്ടായിരുന്നു. ഇന്നോ എന്താ ഈ പ്രാർത്ഥിക്കുന്നത്? എനിക്ക് നന്മ നൽകണമേ, എന്നെ ഉയർത്തണമേ, എനിക്ക് നന്മ, എനിക്ക് നല്ല ബുദ്ധിയും നൽബുദ്ധിയൊക്കെ നൽകണമെന്നല്ലേ പ്രാർത്ഥിക്കുന്നുള്ളൂ. ഇതാർക്ക് ആവശ്യമില്ലാത്ത ഇന്നത്തെ തലമുറയ്ക്ക് അത് വേണ്ടാന്നുണ്ടോ? അവർക്കും വേണം അത്. പക്ഷെ എന്തുകൊണ്ട് പറയില്ല? നാണക്കേട്. വീട്ടിൽ ഒന്നിച്ചിരിക്കാൻ പറ്റില്ല. ഭാര്യക്ക് ഭർത്താവിനെ കണ്ടുകൂടാ, ഭർത്താവിനും ഭാര്യയെ കണ്ടുകൂടാ, അമ്മയ്ക്ക് മക്കളെ കണ്ടുകൂടാ, മക്കളെ അമ്മക്ക്. ഇതല്ലേ വീട്ടിൽ നിത്യം സംഭവിക്കുന്നത്. എന്നിട്ടോ ബാക്കി എല്ലാ കാര്യത്തിനും കാശുണ്ടായി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്നിച്ച് വേണേം വേണം. സോറി, ഓക്കെ. നോ, കലികാലമല്ല ഇത്. കലികാലത്തിന് ഇതൊന്നുമില്ല. കലികാലത്തിന് ഒരു പ്രത്യേകത ഇതല്ല. ഇത് കലിയെ മറന്ന കാലമാണ്. കലി നല്ലവനാണ്. ടുഡേ there is 7 elements meditation. താങ്ക് യു. ഓക്കെ, ഓർമ്മിപ്പിച്ചെന്നല്ല. നമുക്ക് ഇന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് പറഞ്ഞു, മല്ലിക ഇന്ന് അത്തായം ആർക്കാ വേണ്ടത്? ഏത് മക്കളാ വീട്ടിൽ അത്തായം കഴിക്കുന്നുള്ള? ഷവർമയുടെയും അല്ലെങ്കിൽ മറ്റ് ഫുഡിന്റെ പിറകെ പോയിട്ട് ആർക്കാ വീട്ടിൽ ഭക്ഷണം കൊടുക്കുന്ന കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നത്? അച്ഛനും അമ്മയും സന്തോഷം വരുമ്പോ ഇപ്പൊ എന്താ മേടിച്ചു കൊടുക്കുന്ന അറിയോ? മക്കൾ എന്താ ചെയ്ത് നല്ല സന്തോഷമായാലും എന്താ നമ്മ കുട്ടികൾക്ക് കൊടുക്കുന്ന സാധനം? അൽഫഹം, കുഴിമന്തി. ഏറ്റവും ഇഷ്ടം വരുന്ന സമയത്ത് എന്താ സാധനം എന്നറിയോ? അതിലെന്താ ഉള്ളതെന്നറിയോ? ഇത് ചിന്തിച്ചിട്ട് ഏതെങ്കിലും അച്ഛനമ്മ മേടിച്ചു കൊടുത്തിട്ടുണ്ടോ? എന്നാൽ ഏതെങ്കിലും അച്ഛനുണ്ടോ നല്ല ഒരു കുപ്പി ഹോർലിക്സ് മേടിച്ചു കൊടുത്തേക്കാന്ന് കരുതുന്നവര്? അപ്പം മേടിച്ച് കുഴിമന്തി. ഓക്കെ, ശരി. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. താങ്ക് യു. അപ്പൊ എല്ലാം റെഡിയാണല്ലോ? നമുക്ക് ഇതെല്ലാം തൽക്കാലത്തേക്ക് ഇതെല്ലാം മാറ്റി വെച്ചേക്കാം. TV എല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നമുക്ക് തുടങ്ങാം. ഓക്കെ, എന്തൊക്കെ പറയും എന്ന് എനിക്കറിയില്ല. പക്ഷെ കണക്ട് ചെയ്ത് കിട്ടിയാൽ ഷോട്ട് മാനിഫെസ്റ്റേഷൻ മാത്രമാണെന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. അപ്പോൾ എല്ലാവരും റെഡിയാണല്ലോ? അപ്പൊ എടുത്തോളൂ. റൈറ്റ്, എടുത്തോളൂ. ക്യാപ്സൂൾ എടുത്ത് കഴിച്ചോളൂ. I'm happy and ready. I'm happy and ready. I'm happy and ready. Happy and ready. വന്നോളൂ. ഇന്നൊരു കിടലൻ പരിപാടി നിങ്ങൾക്ക് ഞാൻ തന്നിട്ട് പോവാം. ചില തിരിച്ചറിവുകൾ മാത്രമേ ഇന്ന്, ടെക്നിക്കൽ ഒന്നും ഇന്ന് പഠിപ്പിക്കുന്നില്ല. ആദ്യം തന്നെ ഇപ്പൊ പോകുന്നവർക്ക് ഇപ്പൊ പോവാം. ടെക്നിക്കുകളൊന്നും പഠിപ്പിക്കുന്നില്ല. പക്ഷെ സർപ്രൈസ് ചിലപ്പോൾ പറയാൻ പറ്റില്ല. സർപ്രൈസ് പറയാൻ പാടില്ല. യെസ്, യെസ്. ഞാൻ അതിനു മുമ്പ് നമ്മുടെ ഒരു ക്ലാസ് ഉണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്, ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. മാനിഫെസ്റ്റേഷനെ പറ്റിയിട്ടാണല്ലോ ഒന്ന് പഠിപ്പിക്കുന്നത്. അതിലേറ്റവും ഫലപ്രദമായ ഫലപ്രദ മെത്തേഡാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ ഒരുപാട് ക്ലാസ്സിൽ ചോദ്യം ചെയ്തവരുണ്ട്. അതിനപ്പുറത്തേക്ക് അതിന്റെ അഡ്വാൻസ് വേർഷൻ ആയിട്ട് ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സുകൾ നടക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ദിവസം, 1.5 മാസമായിട്ട് ആ ക്ലാസ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്നതിന്റെ ഒരു സെഷന്റെ ക്ലാസിന്റെ അവസാനം, ഇത് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഒരു ക്ലാസ്സും കൂടി നടത്തി ഇന്ന് ഫൈനലാവും. അവർക്ക് ചില അനുഭവങ്ങൾ നിങ്ങളോട് പറയാനുണ്ടാവും. ജസ്റ്റ് അവർക്ക് ആൾക്കാരുണ്ടോന്ന് അറിയില്ല, ഇവിടെ എത്ര പേരുണ്ടെന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ ചില അനുഭവങ്ങൾ ഒന്ന് പറയാനുണ്ടാവും. അതൊന്ന് കേട്ടു നോക്കൂ, എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് പറയാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ മാനിഫെസ്റ്റേഷനെ പറ്റി ഒന്നുകൂടി പറയാം. അപ്പോഴായിരിക്കും ശരിയെന്ന് തോന്നുന്നു. അല്ല, ഇത് മാനിഫെസ്റ്റേഷൻ പറഞ്ഞിട്ട് അത് പറയണോ? അല്ല, ആദ്യം നിങ്ങളത് കേൾക്കൂ, എന്നിട്ട് നമുക്ക് മാനിഫെസ്റ്റേഷനിലെ കാര്യങ്ങൾ പഠിക്കാം. ആരെങ്കിലും ഉണ്ടോ ഇന്നിവിടെ? നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ, ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ടോ? ഹാൻഡ് റൈസ് ചെയ്യാവോ? ആരൊക്കെ ഉണ്ട്? അൺമ്യൂട്ട് ചെയ്തേ. സർ, ഞാനുണ്ട്. ആശാലക്ഷ്മി. ആശാലക്ഷ്മി, യെസ്. ആശാലക്ഷ്മി, പ്രമീള, സുജ, പിന്നെ വേറെ ആരാ ഉള്ളേ? നിഷ സിംഗ്. ഓക്കെ, നെക്സ്റ്റ് ലെന. ഓക്കെ, ഫൈൻ. നിങ്ങൾ എല്ലാവരും ഇന്നോ? സാർ, ഞാനുണ്ട്. സുജാത ടീച്ചറുണ്ട്. സുജാത ടീച്ചർ. ഓക്കെ, ഫൈൻ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ചെറിയ ഷോർട്ടായിട്ട് പറയണം. ആദ്യം നമുക്ക് ആശാലക്ഷ്മിയും തുടങ്ങാം. ഒന്ന് പറഞ്ഞു നോക്കിയ ആശാലക്ഷ്മി, എന്താണ് അവിടെ സംഭവിക്കുന്നത്? എന്താണ് അനുഭവങ്ങൾ? എല്ലാവർക്കും നമസ്കാരം. അതൊരു മൈൻഡ് പ്രോഗ്രാമിംഗ് ആണ്. നമ്മുടെ ലക്ഷ്യം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ജീവിതം അതെങ്ങനെ മുൻപോട്ട് കൃത്യമായിട്ട് കൊണ്ടുപോകണമെന്ന്. പിന്നെ നമ്മുടെ നെഗറ്റീവ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിനെ എല്ലാം മാറ്റി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പിന്നെ നമ്മൾ അങ്ങോട്ടുള്ള ജീവിതയാത്രയിൽ ചിന്തിക്കുന്നത്. അത്
എങ്ങനെ കൂടുതൽ പറയണം എന്നറിയില്ല. എന്താ പറയുന്ന, ഒരു ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതെങ്ങനെയാണ് നെഗറ്റീവ് എടുത്തു കളയുന്നത്? അത് സാറിന്റെ ഹിപ്നോസിസ്, എന്താ പറയുന്നത്, മെഡിറ്റേഷനിലൂടെയാണ് അത് ചെയ്യുന്നത്. അതൊരു മൈൻഡ് പ്രോഗ്രാമിംഗ് ആണ്. ഓക്കെ. അനുഭവം എന്താണ്? ക്ലാസ് 2-3 ദിവസം ചെയ്യുമ്പോൾ ഏത് ലോകത്തുകൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്? നല്ല സന്തോഷമായിട്ട് വേറെ ഏതോ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ലോകത്തൂടെ നടന്നു പോകുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ. സന്തോഷം മാത്രമുള്ള ഒരു ലോകം. അത് തന്നെയല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുൻപോട്ട് പോകുമ്പം എന്തൊക്കെയാണ് നമ്മൾ നേടേണ്ടത് എന്നുള്ളതിന്റെ കൃത്യമായ ഒരു പിക്ചർ നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. എല്ലാവർക്കും, ചിലർക്കൊക്കെ കൺഫ്യൂഷൻസ് കാണും, ഇത് ചെയ്താൽ ശരിയാവുമോ, അല്ലെ അങ്ങനെ എങ്ങനെയാണെന്നുള്ളത്. അതിനൊരു കൃത്യത ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. ലൈഫിൽ നമുക്ക് മുൻപോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യം വേണമല്ലോ. യെസ്. ഓക്കെ. ഞാനും നെക്സ്റ്റ് സാറിന്റെ അടുത്ത ആളും കൂടി പറയട്ടെ. നെക്സ്റ്റ് സുജാത ടീച്ചർ പറഞ്ഞേ. ടീച്ചർ പറയൂ. സുജാത ടി വി. ഹലോ, ഗുഡ് ഈവനിങ്. ഹലോ, ഗുഡ് ഈവനിങ് എല്ലാവർക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ക്ലാസ് കാര്യം, ഞാനൊരു ടീച്ചറാണ്. എനിക്ക് കിട്ടാത്ത കാര്യങ്ങളെല്ലാം തന്നെ ഇവിടുന്ന് കിട്ടി. എന്തെന്ന് ചോദിച്ചാൽ, നമ്മൾ എങ്ങനെയാണ് നമ്മളൊരു നമ്മളുടെ ജീവിത രീതികൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ശൈലികൾ എങ്ങനെയാണ്, അല്ലെ നമ്മളുടെ ആഗ്രഹങ്ങൾ, അല്ലെ നമ്മളുടെ ജീവിത ശൈലികൾ എങ്ങനെ കൊണ്ടുപോകാം, അല്ലെങ്കിൽ അതിനൊരു അടിത്തറ, ഒരു ലക്ഷ്യം, ഒരു മാനിഫെസ്റ്റേഷൻ, ഒരു ഗോൾ സെറ്റിങ്, ഇതെല്ലാം കാര്യം 64 വയസ്സായെങ്കിലും അടുക്കും ചിട്ടയും ഒന്നുമില്ലാതെ ടീച്ചർ എന്നുള്ളത് നമ്മൾ ടീച്ചിങ് പഠിപ്പിക്കുന്നു, കുട്ടികൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, പാഠഭാഗവുമായി ബന്ധപ്പെട്ട് പോകുന്നു എന്നല്ലാതെ അതിൽ നിന്നൊക്കെ ഈ അവസാന കാലത്ത്, അതായത് എൻ്റെ ഈ വിശ്രമ ജീവിതത്തിലാണ്, ഇപ്പോഴാണ് എനിക്ക് നേരത്തെ ഇത് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയാകുമായിരുന്നു, അല്ലെ എന്നിലുള്ള ഒത്തിരി പാളിച്ചകൾ, ഒരു ടീച്ചറാണ് പക്ഷെ ഒത്തിരി പാളിച്ചകള്, കുറവുകള് എല്ലാം, എൻ്റെ കഴിവുകളുണ്ട്, കുറവുകളുണ്ട്, അതൊക്കെ എങ്ങനെയാണെന്ന് ഇതിൽ നിന്ന് സാറ് നമുക്ക് പറഞ്ഞു തന്നു. എനിക്ക് എന്താന്ന് പറഞ്ഞാൽ, ഇന്നലെ എനിക്ക് കിട്ടിയ ആഗ്രഹങ്ങള് ഇന്നലെ സാറ് പറഞ്ഞത് ഞാൻ അത് വിഷ്വലൈസ് ചെയ്തു. അതെന്റെ ജീവിതത്തിൽ അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. എനിക്കത് സാറിനോട് പറയാനോ ഞാൻ വാക്കുകളില്ല. ഞാൻ നേരിട്ട് കണ്ടിട്ട് തൃശ്ശൂർ വരുമ്പോൾ എൻ്റെ അനുഭവങ്ങൾ പറയാം എന്ന് കരുതി. അത്രയ്ക്ക് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ആ ഹിപ്നോസിസ് ക്ലാസ്സിൽ കയറണം. നിങ്ങളിലുള്ള ഈ ചെറിയ കുട്ടികൾ, അതായത് ഇപ്പൊ നമ്മളൊക്കെ പ്രായമായി, നമ്മളുടെ കാര്യങ്ങൾ കഴിയാറായി, എങ്കിലും നിങ്ങളെല്ലാവരും ഇതിനകത്ത് കയറി നല്ല പൗരന്മാരായി നല്ല ഒരു കുടുംബജീവിതം നയിക്കാൻ, അല്ലെ നല്ല കുട്ടികളെ വാർത്തെടുക്കാൻ നിങ്ങളിവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, അത് നമുക്ക് ക്യാഷല്ല, നമ്മുടെ ജീവിതത്തിനെ മാറ്റി മറിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ കുട്ടികളോടൊത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് എനിക്കിപ്പം ടീച്ചറാണെങ്കിൽ എനിക്കത് വിവരിക്കാൻ കഴിയുന്നില്ല. കാരണം അത്രയ്ക്കും എനിക്ക് എൻ്റെ ഹൃദയത്തിൽ തട്ടിയതാണ്. ഞാൻ ഇതുവരെ സാറിനോട് ഒരു വാക്കുകളും പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് 3-4 ക്ലാസ് മിസ്സായി. എൻ്റെ അമ്മ സുഖമില്ലാതെ ഒന്ന് വീണ് കിടന്നിട്ട് 92 വയസ്സായി. അതുകൊണ്ട് എനിക്ക് ആ ക്ലാസ് കിട്ടാതെ പോയതിൽ എനിക്ക് വളരെയധികം വിഷമമുണ്ട്. എങ്കിലും എനിക്ക് ചുരുങ്ങിയ 2 ക്ലാസ്സേ സാറിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അതെനിക്ക് വിലപ്പെട്ടതാണ്. എൻ്റെ ജീവിതത്തിൽ എല്ലാ ക്ലാസ്സും കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ശരിക്കും പറയാൻ കഴിയുമായിരുന്നു. എനിക്ക് വാക്കുകളില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, സാറിന്റെ ഒരു ദിവസത്തെ ക്ലാസ്സിനെങ്കിലും നമ്മൾ ഈ പറയുന്ന മാനുഫാക്ചറേഷൻ അങ്ങനത്തെ അല്ല, അതിലൊന്നും നിങ്ങൾ കയറണം. നമ്മളെ എന്താണ് സ്വർണ്ണ ഉരച്ച് നമ്മൾ തേച്ച് മിനുക്കി എടുക്കുന്നത് പോലെ സാറ് നിങ്ങളെ മാറ്റിമറിക്കും. അതും എനിക്ക് ഉറപ്പുണ്ട്. അത് ജഗദീശൻ സാറിന് ആയുരാരോഗ്യ സൗഖ്യം കൊടുത്ത്, എന്താന്ന് പറയുന്നില്ല, എനിക്ക് എൻ്റെ ഒരു മോനെ പോലെ അല്ലെ ഒരു അനിയനെ പോലെ ഞാൻ പ്രണാമം ചെയ്യാണ്. താങ്ക് യു സാറേ, ഒത്തിരി നന്ദി. അടുത്ത നിഷ സിംഗ് സംസാരിച്ചു. നിഷ സിംഗ്. ഗുഡ് ഈവനിങ് സാർ. സാർ, അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. കാരണം അത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ, അങ്ങനത്തെ ഒരു ലോകത്താണ് എനിക്ക് ഇപ്പോഴും അതിനകത്ത് നിന്ന് ഇങ്ങോട്ട് ഞാൻ നോർമലായിട്ട് വന്നോന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം
എൻ്റെ ആഗ്രഹങ്ങൾ ഞാനത് മാനിഫെസ്റ്റ് ചെയ്ത് ഞാൻ ശരിക്കും അതിൽ ജീവിക്കുകയായിരുന്നു. അത് വല്ലാത്ത ഒരു എന്താ പറയുക, വല്ലാത്തൊരു അനുഭവമാണ് നമുക്ക്. അത് ചെയ്ത് അതിലായെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഇപ്പം എനിക്ക് എപ്പോഴും ഞാൻ ഹാപ്പിയാണ്. അതാണ് ഏറ്റവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലൂടെ എനിക്ക് ഭയങ്കര വിശ്വാസവും ഭയങ്കര ഇതാണ്. എല്ലാം ഒരു പോസിറ്റീവ് മാത്രമാണ്. കാരണം അങ്ങനെ ഒരു ചിന്തയില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. ഇപ്പം എനിക്കും എന്തും പോസിറ്റീവായിട്ട് നടക്കും എന്നുള്ള ഇതിലും എനിക്കറിയില്ല സാർ, കൂടുതൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. പക്ഷെ അത് ഇപ്പോഴും താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. അറിയാൻ സാധിക്കില്ല, അതാണ് ഏറ്റവും വലിയ വിഷയം. ഓക്കെ, യെസ്. സ്നേഹ പൂജാരി പറ. സ്നേഹ പൂജാരി എവിടെ? സൗദാമിനി പറ. സാറ് നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സാറിന്റെ ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന ഫസ്റ്റ് ക്ലാസ് ആണിത്. അതിൽ ഒരു സ്റ്റുഡന്റാണ് സൗദാമിനി. നല്ലൊരു അനുഭവമാണ് സാറിന്റെ ക്ലാസ്സിൽ. എന്താ പറയണമെന്ന് എനിക്ക് ക്ലിയർ അല്ല, എന്നാൽ ഞാൻ അറിയുന്ന പോലെ ഞാൻ പറയുന്നുണ്ട്. ഈ ക്ലാസ്സിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാകുന്ന നെഗറ്റീവ് എനർജി അത് കംപ്ലീറ്റ് സാറ് നമ്മുടെ മൈൻഡ് പ്രോഗ്രാം ചെയ്ത് നമ്മുടെ ബ്രെയിനിനെ സാറിന്റെ കൈകളിലേക്ക് എടുത്ത് ഏതോ ഒരു ലോകത്തേക്ക് കൊണ്ടുപോയി നെഗറ്റീവ് എനർജി കംപ്ലീറ്റ് സാറ് വലിച്ചു കളയുകയാണ് ശരിക്കും ഈ പ്രോസസ്സിലൂടെ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോ നമുക്ക് സാധിക്കാത്ത മറ്റുള്ള ഒരു ക്ലാസ്സിൽ നിന്ന് ലോ ഓഫ് അട്രാക്ഷൻ വഴി സാധിക്കാത്ത നിരവധി കാര്യങ്ങൾ നമുക്ക് ഇതുവഴി നേടാൻ കഴിയുമെന്ന് സാറ് ഈ ക്ലാസ് കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് ചിലരെങ്കിലും ഉണ്ടാവും നമുക്ക് അറിയാം ഈ ക്ലാസ്സിൽ. അതുപോലെ നമുക്ക് നേടാൻ കഴിയാത്ത കാര്യങ്ങൾ ഒക്കെ നേടിയെടുക്കാൻ സാധിക്കും. നിങ്ങൾ എല്ലാവരും ഈ ക്ലാസ്സിൽ ചേരാനായിട്ട് ഞാൻ ലെന പറഞ്ഞ. ലെന അൺമ്യൂട്ട് ചെയ്യും. ഹലോ സാർ, എനിക്ക് എങ്ങനെ പറയാൻ അറിയില്ല. മെഡിറ്റേഷനിലൂടെ നല്ല അനുഭവമായിരുന്നു. 2 ദിവസം നല്ലതായിരുന്നു. നെഗറ്റിവിറ്റി ഒക്കെ പോയി. ഒരുപാട് നന്ദിയുണ്ട് സാറിനോട്. ഇനി എല്ലാവരും ആ ക്ലാസ്സിൽ പങ്കുചേരുക. നല്ല ക്ലാസ്സാണ്. ഇത്രയൊക്കെ പറയാൻ കിട്ടുന്നില്ല. ഓക്കെ, ശരി. എന്നാരും ഇല്ലല്ലോ, ബാക്കിയുള്ളവരാരും വന്നിട്ടില്ലല്ലോ. ക്ലാസ്സുള്ളതുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ടാവില്ല. ആരും ആദർശം ഉണ്ടല്ലേ? ആദർശം പേശ മുടിയുമോ ഇപ്പോ? பேசலாம். கேமரா ஆஃப் ஆயிட்டேன். ഓക്കെ സാർ, ഹിപ്നോസിസ് കൊണ്ട് എനിക്ക് വളരെ ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നല്ല അറിവും മനോഭാവവും നല്ല മനോഭാവം മാറ്റം കൊണ്ടുവരാനും നല്ല മനോഭാവവും പ്രവൃത്തിയൊക്കെ കൊണ്ടുവരാനും നമ്മുടെ സാറിന് ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അത് സാറിന്റെ പ്രയത്നം വളരെ വലുതായിരുന്നു. അതെങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മുടെ ഏകാഗ്രത കൂട്ടാനും ഹിപ്നോസിസ് മൂലം പെരിഫറൽ അവബോധത്തെ കുറച്ചുകൊണ്ട് നിർദ്ദേശങ്ങൾക്ക് കൂടുതൽ പ്രതികരണ ശേഷി വർദ്ധിപ്പിക്കാനും എല്ലാം കഴിഞ്ഞു. പിന്നെ താങ്ക് യു. ആ ഒരവസ്ഥയെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു വിഷയമാണ്. കാരണം ഹിപ്നോസിസം സംഭവിക്കുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇത്രയല്ലോ, കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആൾക്കാർ ഇപ്പോൾ വന്നിട്ട് അവർക്ക് ഇത് കഴിഞ്ഞ് ക്ലാസ് ഉണ്ട്. താങ്ക് യു വെരി മച്ച്. ഞാൻ പറയാൻ വന്നത് ഇത്രേ ഉള്ളൂ. മാനിഫെസ്റ്റേഷൻ പറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ നിങ്ങളോട് ഇതുവരെ അങ്ങനെ ഞാൻ ആരെയും ലൈവ് എടുത്ത് സംസാരിച്ച വളരെ കുറവാണ്. ഇതൊരു മാനിഫെസ്റ്റേഷൻ ക്ലാസ് ആയതുകൊണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന കാര്യവും അത് തന്നെയാണ്. മാനിഫെസ്റ്റേഷൻ പവർ എങ്ങനെ വർദ്ധിപ്പിക്കാം. അപ്പൊ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജസ്റ്റ് കമാർ. അപ്പൊ നമുക്ക് ഇന്ന് ക്ലാസ്സിലേക്ക് തുടങ്ങാം. പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകാം. ഓക്കെ, താങ്ക് യു രാധിക. നെഗറ്റീവ് ഹിപ്നോസിസ് വഴി എടുത്തു കളയുക. നിങ്ങൾ നെഗറ്റീവ് കൈകൊണ്ട് എടുത്ത് കളയുക തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ അതുകൊണ്ടാണ് ഇവർക്ക് അത് മനസ്സിലാവുന്നത്. നമ്മൾ കൈ കൊണ്ട് തന്നെ
ഹിപ്നോസിസും ചെയ്ത് നിങ്ങളെ നെഗറ്റീവ് എനർജിയെ റിമൂവ് ചെയ്ത് കളയുന്ന പ്രക്രിയയാണ് ഹിപ്നോസിസിലൂടെ നടത്തുന്നത്. അതിനു മുമ്പ് കുറേ ദിവസത്തെ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടാണ് ചെയ്യുന്നത്. കൃത്യമായി തയ്യാറെടുപ്പുകളിലൂടെ കടത്തി കൊണ്ടുപോയി അവസാനം ആണ് അതിലേക്ക് കടന്നത്, അതിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോഴാണ് നിങ്ങളെ മെന്റലി പ്രിപ്പയർ ആക്കാൻ പറ്റുക. അത് പ്രിപ്പയർ ആയവർക്ക് കൃത്യമായി അത് ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ശരി, താങ്ക് യു. അടുത്ത ബാച്ച് ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ അടുത്ത ബാച്ച് ഉടനെ തന്നെ തുടങ്ങും. ഈ വീക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് തുടങ്ങും. ഓൾറെഡി 2 ആയിട്ടാണ് ക്ലാസ് നടക്കുന്നത്. ആപ്പിലും ലൈവും രണ്ടുമായിട്ടാണ് ക്ലാസ് നടക്കുന്നത്. ലൈവ് ആഴ്ചയിൽ 2 ദിവസവും, ഇത് ആപ്പിൽ എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്. എന്നിട്ട് അതിന്റെ ഡിസ്കഷൻസ് ഒക്കെ ആ ഗ്രൂപ്പിൽ നടക്കും. വളരെ എഫക്റ്റീവായിട്ട് നന്നായിട്ട് പഠിച്ചതൊക്കെ മുഴുവൻ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ആപ്പ് ക്ലാസ് ആണത്. അത് കഴിഞ്ഞ് പിന്നെ 4 ദിവസത്തോളം കണ്ടിന്യൂസ് ലൈവ് ഹിപ്നോസിസമാണ്. അതിലാണ് ഈ പറഞ്ഞ ഇപ്പോൾ എന്ന ഫീലിങ്സ് ഒക്കെ ഇവർ അനുഭവിക്കുന്നതും അവർക്ക് എന്തൊക്കെ സെറ്റ് ചെയ്തു അതൊക്കെ ലഭിച്ചതായിട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുക തന്നെ ചെയ്യും. അതിന് യാതൊരു കണ്ടീഷൻസും ബാക്കിയില്ല. അത്രയും കണ്ടത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നതാണ്. പുതിയ ക്ലാസ് എനിക്ക് തോന്നുന്നു 2-3 ദിവസത്തിനകത്ത് അഡ്മിന്മാരെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഗ്രൂപ്പിൽ അറിയാം. നന്നായിട്ട് റിസൾട്ട് എടുക്കാൻ ഉള്ളവർക്ക് വേണ്ടി നമുക്ക് സാധാ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യാത്തവർക്ക് വേണ്ടി മാത്രം റെക്കമെൻഡഡ് ആണ്. അവർക്ക് അതിന് എമൗണ്ട് കുറച്ച് കൂടുതലാണ് മറ്റേതിനേക്കാളും. അതുകൊണ്ട് നോർമലി ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് 100% വർക്ക് ചെയ്യിപ്പിക്കും. ഓക്കെ, ഓക്കെ. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നേരത്തെ ആൾക്കാർ കുറവായിരുന്നു, റെഡിയാണെന്ന് പറഞ്ഞവർ വളരെ കുറവല്ലേ? ഉണ്ടല്ലോ, എല്ലാം റെഡിയാണ്. ഓക്കെ, ഫൈൻ. യെസ്, അതിന് ഫീസ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തത് 555 ആണ്. 5555 ഓഫർ കൊടുത്തതാണ് കഴിഞ്ഞ പ്രാവശ്യം. ഇപ്രാവശ്യം ഫീസ് എനിക്ക് അറിയില്ല. GST കൂടി ആഡ് ചെയ്തിട്ട് ഫീസ് ആയിരിക്കും. വേറെ എക്സ്ട്രാ ഓഫറിനെ കണ്ടിന്യൂ ചെയ്യാനും GST ആഡ് ചെയ്യാനാണ് വിചാരിച്ചിരിക്കുന്നത് തോന്നുന്നു. ബാക്കി ഉണ്ടെങ്കിൽ അറിയില്ല. അത് ആ ഫീസിൽ ഇത്തവണ കൂടി ഉണ്ടാവും. നെക്സ്റ്റ് ടൈം ചിലപ്പോ അത് ഫീസ് പറ്റില്ല, നോർമൽ ഫീസിലേക്ക് പോകും. 10,000 ആണ് ശരിക്കുള്ള ഫീസ്. കഴിഞ്ഞ പ്രാവശ്യം 5555 ഞാനല്ല, ഇവിടുന്ന് ആൾക്കാർ തീരുമാനിച്ചാണ് എത്ര ഫീസ് തരും തീരുമാനിച്ചിട്ട് അന്ന് സെറ്റ് ചെയ്തതാണ്. അപ്പൊ ഇത്തവണ അതേ ഫീസ് തന്നെ പറയാം. പക്ഷെ പ്ലസ് GST ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം GST വാങ്ങിച്ചിട്ടില്ല, ഇപ്രാവശ്യം GST കൂടി ഉണ്ടാവും. ഓക്കെ, താല്പര്യമുള്ളവർ പറഞ്ഞോളൂ. നമുക്ക് 100% റിസൾട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയം നമുക്ക് പറയാനുള്ളത് മാനിഫെസ്റ്റേഷൻ. എല്ലാവർക്കും അറിയാം മാനിഫെസ്റ്റേഷൻ എന്താണെന്ന്, എല്ലാവർക്കും അറിയാം. അതിനെപ്പറ്റി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. മാനിഫെസ്റ്റേഷൻ പവർ എങ്ങനെ വർദ്ധിപ്പിക്കാം എന്ന് സംസാരിക്കുന്നതിന് മുമ്പായിട്ട് മാനിഫെസ്റ്റേഷൻ പവർ എന്തുകൊണ്ട് വർക്ക് ആവുന്നില്ല എന്ന് ചർച്ച ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം. എല്ലാവർക്കും മാനിഫെസ്റ്റേഷൻ പവർ ഉണ്ട്. ഇല്ലാത്തവർ ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് പറയാമോ? സാറേ, എനിക്ക് മാനിഫെസ്റ്റേഷൻ പവർ ഇല്ല. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ആകർഷിക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ നമുക്ക് ഇമാജിൻ ചെയ്യാനുള്ള കാര്യം, നമുക്ക് നമ്മളുടെ ലക്ഷ്യത്തെ, നമ്മളെ ആവശ്യത്തെ, ആഗ്രഹത്തെ തന്നിലേക്ക് എത്തിക്കാനുള്ള കഴിവിനെ പറ്റിയിട്ടാണ് മാനിഫെസ്റ്റേഷൻ ഇത് പറയുന്നത്. അതില്ല എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ മാത്രം ഒന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ക്ലാസ്സിലിരിക്കുന്ന ഇത്രയും ആൾക്കാർ സാറേ എനിക്ക് ആ പവറേ ഇല്ല, ഞാൻ വിചാരിച്ചതൊന്നും കിട്ടുന്നില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് പറയാൻ എളുപ്പമായിരിക്കും. അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, എന്റെ ക്ലാസ്സിൽ സ്ഥിരമായിട്ടിരിക്കുന്നവർ അങ്ങനെ ആളുണ്ടാവില്ല. പുതിയതായിട്ട് വന്നവരുണ്ടെങ്കിൽ ഇതിപ്പോ മെമ്പേഴ്സ് ഉള്ളിയുള്ള ക്ലാസ് ആണല്ലോ അല്ലെ? ഇപ്പൊ പിന്നെ പുതിയതായിട്ട് വന്നവരും ഉണ്ടാവില്ല. നമ്മൾ ക്ലാസ്സിൽ പങ്കെടുത്തവർ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ? മാനിഫെസ്റ്റേഷൻ പവർ നമുക്ക് 2 തരത്തിലാണ്. ചിലവർക്ക് മാനിഫെസ്റ്റേഷൻ പവർ നന്ന കുറയും, മറ്റു ചിലവർക്ക് സാധാരണ മാനിഫെസ്റ്റേഷൻ പവർ ഉണ്ടാവും. ഇനി ഇത് രണ്ടുമല്ലാതെ മറ്റൊരു കൂട്ടരുണ്ടെന്ന് അവർ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കാണ് റിവേഴ്സ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ആൾക്കാർ. റിവേഴ്സ് മാനിഫെസ്റ്റേഷൻ അതും വർക്കിംഗ് ആണ് കേട്ടോ. റിവേഴ്സ് മാനിഫെസ്റ്റേഷൻ വളരെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന, ഇഫ് ദർ ഈസ് എ പോസിറ്റിവിറ്റി ദർ ഈസ് എ നെഗറ്റിവിറ്റി. അതുകൊണ്ട് റിവേഴ്സ് മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യും. അതെന്താന്ന് ആദ്യം പറഞ്ഞു പോകാം. അങ്ങനെ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. എന്റെ റിവേഴ്സ് മാനിഫെസ്റ്റേഷൻ, അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തെ നേടണമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അതിനുവേണ്ടി ചെയ്താൽ ആ കാര്യം മാത്രം ലഭിക്കില്ല. തികച്ചും ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം സംഭവിക്കും. നിങ്ങൾ ഒരാളെ എനിക്ക് അയാൾ ഇഷ്ടമാണ് അല്ലെങ്കിൽ ഇഷ്ടപ്പെടണം എന്ന് കരുതിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അയാൾ നിങ്ങളിൽ നിന്നും അകന്നു പോകും, പൂർണ്ണമായി അകന്നു. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇത് സംഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉണ്ടെന്നൊന്ന് പറഞ്ഞു നോക്കി. എനിക്ക് എപ്പോഴും അതാണ് സംഭവിക്കുന്നത്. ഇത് റിവേഴ്സ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയും. രണ്ടാമത് നമുക്ക് മാനിഫെസ്റ്റേഷൻ പവർ
എങ്ങനെ കൂട്ടാം, എന്ത് കൂട്ടാം? ഇതിൽ ആരുമില്ലല്ലോ, അങ്ങനെ സംഭവിക്കുന്ന ആരുമില്ലല്ലോ അല്ലെ? നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണോ ഇല്ല എന്നാണോ? പറയാൻ പഠിച്ചിട്ട് ഇല്ലാത്തവരുണ്ടാവില്ല, ചിലപ്പോ ഉണ്ടാവും കേട്ടോ. യെസ്. ഈ പവർ എങ്ങനെ അറിയാമെന്ന് ചോദിച്ച ചോദ്യത്തിന് വളരെ ലളിതമാണ് അനിത. ആ, വളരെ ലളിതമാണ്. നിങ്ങളൊരു ആഗ്രഹം ആഗ്രഹിക്കുന്നു, അത് നിങ്ങൾക്ക് ലഭിക്കുന്നു, അപ്പൊ നിങ്ങൾക്ക് ആ പവർ ഉണ്ട്. നിങ്ങളൊരു കാര്യത്തെ ആഗ്രഹിക്കുന്നു, അത് നിങ്ങൾക്ക് ലഭിക്കുന്നു, അപ്പൊ ആ പവർ ഉണ്ട്. നിങ്ങളൊരു കാര്യത്തെ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് അത് ലഭിക്കുന്നില്ല, അപ്പൊ നിങ്ങൾക്ക് പവർ ഇല്ല. ഇനി മറ്റൊരു കാര്യം, നിങ്ങളൊരു കാര്യം ആഗ്രഹിക്കുന്നു, അതിന് തികച്ച ഓപ്പോസിറ്റ് സംഭവിക്കുന്നു, അപ്പൊ നിങ്ങൾക്ക് റിവേഴ്സ് മാനിഫെസ്റ്റേഷൻ പവറാ. മൂന്നും കറക്റ്റ് അല്ലേ? മൂന്നും മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഇവിടെ വിഷയം നമുക്ക് മാനിഫെസ്റ്റേഷൻ ഇല്ലാത്തതല്ല, ഇതിനെ കൃത്യമായി ഉപയോഗിക്കാൻ അറിയാത്തതാണ് അല്ലെ? ഇല്ലാത്തവരാരും ഇല്ലല്ലോ ഇവിടെ, ആരും ഇല്ല. ഞാൻ ചോദിച്ചാൽ ആദ്യം ആരെയും ഇല്ലാത്തവരുണ്ടോ കമന്റ് ചെയ്യണേ. യൂട്യൂബ് വീഡിയോ കാണുന്നവർ കമന്റ് ചെയ്യണേ. നിങ്ങൾക്ക് ആർക്കും മാനിഫെസ്റ്റേഷൻ പവർ ഇല്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ മിക്ക ആൾക്കാരും പറയുന്നു മാനിഫെസ്റ്റേഷൻ പവർ ഉണ്ട്, പക്ഷെ നമുക്ക് ആവശ്യമനുസരണം ഇത് ഉപയോഗിക്കാൻ അറിയില്ല എന്ന് മാത്രമാണ് വിഷയം. അതല്ലേ നമ്മൾ പഠിക്കണ്ട. അപ്പൊ അത് മാത്രം നോക്കിയാൽ പോരെ. ആഗ്രഹിക്കുന്നു കിട്ടുന്നില്ല, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ആഗ്രഹിക്കുന്നു കിട്ടുന്നില്ല, അപ്പൊ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, ഇവിടെ ഞാന് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ ഇത്രയൊക്കെ പറയാൻ പറ്റുമെന്ന് അറിയില്ല. ഒരു ലോകത്തൊരു ഞാൻ തൽക്കാലം ലോ ഓഫ് അട്രാക്ഷൻ മാറ്റി വെച്ചിട്ട് സയൻസിലേക്ക് പോവാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും ഞാൻ പറഞ്ഞു പോവാണ്. പ്യുവർ സയൻസ് ആയിട്ട് സയൻസ് എക്സ്പെരിമെന്റിലേക്ക് പോവാണ്. ഈ പ്രപഞ്ചം മുഴുവൻ സഞ്ചരിക്കുള്ളത് ഊർജത്തിലാണെന്നൊക്കെ തത്വമൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇതിനൊക്കെ അപ്പുറത്ത് സയൻസിൽ ഒരു എക്സ്പെരിമെന്റ് ഉണ്ട്, കൺസ്ട്രക്റ്റീവ് ഇന്റർഫേസ് എന്ന് പറയുന്നു. കൺസ്ട്രക്റ്റീവ് ഇന്റർഫേസ് എന്ന് പറയുന്ന സംഭവം. അതായത് നിങ്ങൾ എളുപ്പത്തിൽ പറഞ്ഞു പോകാവുന്ന ഒരു കാര്യമാണ്. വളരെ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം പറഞ്ഞു, അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു. ഇത് ഒരു പുസ്തകമാണ്. ഇതിന്റെ തിക്നെസ് ഇത്രയാണ്. ഇതിങ്ങനെ ഇമാജിൻ ചെയ്ത് നോക്കാം. ഇത് വേവ്സിനെ പറ്റി പറയാൻ പോവാണ്, പക്ഷെ അതിനു മുമ്പ് വേവ്സ് കാണിക്കുന്ന മുമ്പ് ഇത് ഓക്കെ. ഇതിന്റെ തിക്നെസ് ഇത്രയാണ്. ഇനി ഇതിന്റെ മുകളിൽ ഞാനൊരു മറ്റൊരു സാധനം വെക്കുമ്പോൾ ഇതിന് രണ്ടും കൂടി യോജിപ്പിച്ചാൽ ഇതിന്റെ തിക്നെസ് ഡബിളായി. ഇതിപ്പോ രണ്ട് സാധനം വെച്ചോണ്ട് ഇത് ഒരേപോലെ സാധനമാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ, ഇതിപ്പോ രണ്ടാണ് വെച്ചത്, ഞാൻ ഉദാഹരണം പറയുന്നത്, ഒരേപോലത്തെ സാധനം, ഇതേപോലത്തെ ഒരു സാധനം ഇതിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇതിന്റെ ഓവറോൾ തിക്നെസ് ഡബിളായി അല്ലെ? ഇത് കൃത്യമായി മനസ്സിലാവല്ലോ, നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാമല്ലോ. ഡബിൾ ആയി തിക്നെസ്. ഇതിപ്പോ രണ്ട് കളർ ആയതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, രണ്ടായിട്ട് കാണും. പക്ഷെ ഒരേ സാധനമാണെങ്കിൽ ഡബിൾ ആയി വരും. ഇത് ഈ സംഭവം ഒന്ന് ആലോചിച്ച് നോക്കാം. അതായത് മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ, നമുക്കൊരു അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയാം അല്ലേ, നിങ്ങൾക്ക് വീട്ടില് ഒരു ചക്കയുണ്ട്, കുറച്ച് വലിയ ചക്കയാണ്, നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അടുത്ത ഒരാളെ കൂടി കൂട്ടും, ഇതൊന്ന് പൊക്കി തരാൻ വേണ്ടി പറയും. ആരാണോ ഉള്ളത്, നിങ്ങൾക്ക് ഏറ്റവും അവൈലബിൾ ആയ ഒരാളെ കൂട്ടിയിട്ട് നിങ്ങൾ ആ സാധനം എടുത്ത് കൊണ്ടുപോകും. ഇത് സാധാരണ ഉണ്ടല്ലോ, എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണല്ലോ. ഇതേ തത്വം അതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഒരു ഊർജത്തിന് പവർ ഇല്ലായിരിക്കുമ്പോൾ മറ്റൊരു ഊർജം അതിന് കൂടി യോജിപ്പിക്കുമ്പോൾ ഡബിൾ ഊർജമായി മാറുകയും അതിൽ പവർ ഉണ്ടാകുകയും ചെയ്യും. സിമ്പിൾ ആണല്ലോ, മറ്റൊരു രൂപത്തിൽ പറഞ്ഞത് സിമ്പിൾ ആണ്. അപ്പോൾ ഇതേ സംഭവത്തെ നമ്മളിലേക്ക് എടുക്കുകയാണെങ്കിൽ, നമ്മുടെ മാനിഫെസ്റ്റേഷനിൽ എടുക്കുകയാണെങ്കിൽ, എന്റെ ഊർജം, എനിക്കുള്ള ഊർജം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരാൾ രേഖ അശോക് ടൈപ്പ് ചെയ്ത് അതേ സംഭവത്തെ പിടിച്ച് പറയാം, എനിക്കിപ്പോഴുള്ള ഊർജം 100 രൂപ കയ്യിൽ വെക്കാനുള്ളതാണ്. 100 രൂപയുടെ, അല്ലെങ്കിൽ ഇപ്പൊ 500 രൂപ അല്ലെ, മാക്സിമം ഇപ്പൊ 500 രൂപയുടെ നോട്ടല്ലേ വരുന്നുള്ളൂ. 500 രൂപ കയ്യിൽ വെക്കാനുള്ള ഊർജമാണ് എന്നിലുള്ളത്. അതുകൊണ്ട് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ആരോഗ്യത്തെ പറ്റി പറഞ്ഞത് വീണ്ടും കൺഫേം ചെയ്ത് പറഞ്ഞുതരാം. എന്റെ ഊർജം എന്ന് പറയുന്നത് 500 രൂപ ഹോൾഡ് ചെയ്യാനുള്ള ഊർജമാണ് എൻ്റെ ഉള്ളത്, അല്ലെങ്കിൽ ഒരു ചെറിയ ചക്ക പൊക്കാനുള്ള ഊർജം എൻ്റെ ഉണ്ട്. പക്ഷെ ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നത് വലിയ ചക്കയ്ക്ക് വേണ്ടിയിട്ടാണ്.
എനിക്ക് വലിയ ചക്ക വേണം. എളുപ്പമാണല്ലോ അല്ലെ? ചക്ക പറയുമ്പോൾ എളുപ്പമാണ്. ഇപ്പൊ പിന്നെ ചക്ക സീസൺ ആയിട്ടില്ലെങ്കിൽ എനിക്ക് പൊക്കാൻ പറ്റുന്നത് ചെറിയ ചക്ക. പക്ഷെ ഞാൻ പറയുന്നത് മുഴുവൻ വലിയ ചക്കയെ പറ്റിയിട്ടാണ്. അപ്പോൾ വലിയ ചക്ക നമ്മളെ കയ്യിൽ കിട്ടിയാൽ, അവിടെ ഉണ്ടായാൽ, കുറെ ചക്ക വീണ് കിടക്കുന്നു കരുതിക്കോ, അതിനകത്ത് നിങ്ങൾ ഏത് ചക്ക എടുക്കും? ഒന്ന് ടൈപ്പ് ചെയ്ത്, ഇതിലേത് ചക്ക നിങ്ങൾ എടുക്കും? വലുത് എടുത്തിട്ട് എന്ത് ചെയ്യും? വലുതെടുക്കും, എന്നിട്ട് വലുതെടുക്കും, എല്ലാവരും വലുതെടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും? വലുത് നിങ്ങൾ എടുത്തു. യെസ്, കട്ടിങ്ങിന് കത്തി വേണ്ടേ? അവിടെ കട്ട് ചെയ്യാൻ പോവില്ല. കട്ട് ചെയ്താലും പകുതിയല്ലേ കിട്ടൂ, ഫുള്ള് കിട്ടില്ലല്ലോ. എടുക്കാൻ പറ്റുന്നത് ഒന്ന്, ഏറ്റവും ഈസി ആയിട്ട് പറയുന്നത് എടുക്കാൻ പറ്റുന്നത് എങ്ങനെ മനസ്സിലാകുക? എടുത്തു നോക്കിയാലല്ലേ അറിയുള്ളൂ. എടുക്കാൻ പറ്റുന്നത് എങ്ങനെ നമുക്ക് മനസ്സിലാവും? എടുത്തു നോക്കിയാൽ മാത്രമേ അറിയുകയുള്ളൂ. അപ്പോൾ മാനിഫെസ്റ്റേഷൻ നിങ്ങളോട് പറയുന്നു, ഇതൊന്ന് എടുത്തു നോക്കൂ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചാൽ എത്ര പേര് അത് എടുത്തു നോക്കാൻ ശ്രമിക്കാറുണ്ട്? ഇതാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. ഈ വിഷ്വലൈസേഷൻ കറക്റ്റ് ചെയ്യാൻ പോലും പറ്റാത്തയാൾ ചക്ക പോലും കാണില്ല. എടുത്താൽ പൊങ്ങുന്നത് എടുത്തു നോക്കിയാലല്ലേ അറിയുള്ളൂ. അപ്പൊ നോക്കൂ, അവിടെ വീണ്ടും ഇതിനെ കണക്ട് വീണ്ടും കുറെ രീതിയിൽ പറഞ്ഞു തരാം. ഒന്ന്, നിങ്ങൾ എടുക്കാൻ പറ്റുന്നത് പോയി എടുക്കും. പക്ഷെ ആക്ച്വലി നിങ്ങളുടെ ആവശ്യം എന്തായിരുന്നു? നിങ്ങൾ ആഗ്രഹിച്ചത് എന്തായിരുന്നു? വലിയ ചക്ക. പക്ഷെ നിങ്ങൾ എടുത്തത് എടുക്കാൻ പറ്റുന്നത്. നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവോ? നമ്മൾ സാറ്റിസ്ഫൈഡ് ആവോ? നമ്മുടെ ആഗ്രഹം നേടി എന്ന് നമ്മൾ പറയൂ? നമ്മൾ ആഗ്രഹം നേടി എന്ന് പറയൂ? ഇല്ല. അപ്പൊ എങ്ങോട്ടാ പിന്നെ പോകുന്നത്? ഇല്ല, എനിക്ക് കിട്ടിയില്ല. പിന്നെ പറഞ്ഞു, അയ്യോ എന്നെ കൊണ്ട് പറ്റിയില്ലല്ലോ, എനിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു, വലിയ ചക്ക അവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, എനിക്ക് എടുക്കാൻ പറ്റിയില്ല, എന്റെ അവസ്ഥ ഇങ്ങനെയെന്നല്ലേ പറയുള്ളൂ നമ്മൾ. അങ്ങനെ പറയുമ്പോൾ അവിടെ വീണ്ടും ഊർജം വരുന്നു. നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഊർജം ഒരു ചക്ക കൂടി കൂടുതൽ പൊക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുമോ? ഉള്ള ചക്കേനെ തോളത്ത് വെക്കുന്നതിന് വേദന ഉണ്ടാകുമോ? ഏതാ ഉണ്ടാവുക? നമുക്ക് ഉള്ള ചക്ക, അതായത് നമ്മൾ ആ പൊക്കിയ ഇത്രേ പൊക്കാൻ പറ്റുള്ളൂ, അത് പൊക്കി കഴുത്തിൽ വെച്ച് കൊണ്ടുപോകുമ്പോ നമ്മൾ ആഗ്രഹം മുഴുവൻ വലിയ ചക്കയിലായിരുന്നു. അപ്പൊ നമ്മൾ പറയുന്നു, അയ്യോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, അവിടെ ഉണ്ടായിരുന്നു, ഈ നെഗറ്റീവ് പരാതിശോ, എന്ത് ചെയ്യും, എനിക്ക് കുറച്ചും കൂടി ഊർജ്ജം ഉണ്ടായിരുന്നു, ഞാൻ വലുതെടുത്തേന് എന്ന് പറഞ്ഞു പോകുമ്പോ നമുക്ക് സങ്കടവും ദുഃഖവും ഒക്കെയാ വരുന്നത്. അപ്പൊ ഈ ചക്കയുടെ ഭാരം കുറയോ കൂടൂ? കിടക്കുന്ന ചക്ക കൂടും, വീണ്ടും വയ്യാതാവും. ഞാൻ ഇത്രയും പറഞ്ഞ് നിർത്തുന്നു. ബാക്കി കൂടുതൽ പറഞ്ഞ ഇത് കുറേ പറയാണ്ടാവും ഇങ്ങനെ വെക്കാൻ. ഇത് തന്നെ നിത്യജീവിതത്തിൽ സംഭവിക്കുന്നത്. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും സിമ്പിൾ ആയിട്ട് നടക്കുന്ന കാര്യമാണ്. ഇതിന് എന്തുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇരിക്കുന്നത് കൂടിക്കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഇനി ഇതിനേക്കാളും ചെറുതാണ് നമുക്ക് തോന്നുക. വലുതിനെ പറ്റി നമുക്ക് ചിന്തിക്കാനല്ലാതെ, ആഗ്രഹിക്കാനല്ലാതെ അതിനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല, എടുക്കാൻ പറ്റുന്നില്ല. എപ്പോഴാണോ നമുക്കത് എടുക്കാൻ പറ്റുന്നത്, അതിന് നമ്മുടെ ഊർജം കൂടണം, നമ്മുടെ എനർജി കൂടണം. നമുക്ക് വലുതെടുക്കാൻ, ഇപ്പോ അതേ സംഭവത്തെ എടുത്തുക. ഓക്കെ, കുറച്ച് വലിയ ചക്ക നിങ്ങൾക്ക് എടുക്കാൻ പറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? എടുത്ത് ശീലിക്കണം. കുറച്ചും കൂടി എടുത്ത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എടുത്ത് ശീലിക്കണം. എന്നാൽ മാത്രമേ വലുത് വെക്കാൻ പറ്റുള്ളൂ. ആകെ എക്സസൈസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് ചെയ്യും? ഓക്കെ, നിങ്ങൾക്ക് പറയണം, നിങ്ങൾക്ക് 10-20 കിലോ ഉള്ള ചക്ക പൊക്കാനുള്ള ഇമാജിനേഷനാണ് നിങ്ങൾക്കുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അടുത്ത മാസം 15-ാം തീയതി ചക്ക മത്സരത്തിൽ 20 കിലോ ഉള്ള ചക്ക പൊക്കണം എന്ന് പറഞ്ഞ് തീരുമാനിച്ച് നിങ്ങളോട് എല്ലാ ദിവസവും ആദ്യം 6 കിലോന്റെ ചക്ക, പിറ്റേ ദിവസം 7 കിലോന്റെ ചക്ക, അങ്ങനെ അടുത്ത് 20 ദിവസം ഓരോ കിലോ കൂട്ടി കൊണ്ടുവന്നിട്ട് 20 കിലോ ലാസ്റ്റിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞാൽ എത്ര പേര് കൺസിസ്റ്റൻസി ആയിട്ട് ഈ 20 ദിവസവും പ്രാക്ടീസ് ചെയ്യും? അവർ മാത്രം ഒന്ന് പറഞ്ഞു, ഞാൻ പ്രാക്ടീസ് ചെയ്തോളാം 20 ദിവസം കണ്ടിന്യൂസ് ആയിട്ട്, ഒരു തടകമില്ലാതെ. ആദ്യത്തെ 6 കിലോ, 6.5 കിലോ, 7 കിലോ, 7.5 കിലോ, 8 കിലോ, 8.5 കിലോ,
അങ്ങനെ 20 കിലോയിലേക്ക് എത്തുന്നത്. ആ ഞാൻ എല്ലാരും ഞാൻ ടൈപ്പ് ചെയ്തോളൂ ഇവിടെ, ടൈപ്പ് ചെയ്തോളൂ, എല്ലാരും ടൈപ്പ് ചെയ്തോളൂ. 2 ദിവസം 3 ദിവസം ചെയ്യും. അതാ നേരത്തെ പറഞ്ഞു, ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കുമ്പോ ചലഞ്ചാണ്. വാ എന്നാ നമുക്ക് തുടങ്ങാം, നമുക്ക് ചലഞ്ച് തന്നെ എടുക്കാം. ഇതേ സാധനം തന്നെ ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷനിൽ നടക്കാത്തതുകൊണ്ട് അവരെ പിടിച്ചിരുത്തിയിട്ട് ഹിപ്നോസിസ് ചെയ്തിട്ട് ഇതാ എടുത്ത് കൊണ്ടുപോകുന്നു, ഞാൻ നിങ്ങളുടെ നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ടുപോയിട്ടാണ് നിർത്തിയിരിക്കണം. ചെയ്യാവുന്നവർക്ക് ഞാൻ പറഞ്ഞുതരാം. എന്നാൽ നിങ്ങൾക്ക് റെഡിയാണ്, നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ പവർ, മാനിഫെസ്റ്റേഷൻ പവർ കൂട്ടാൻ പറ്റും. നിങ്ങൾ ആഗ്രഹിച്ചത് എന്തും, ഇപ്പൊ ഇവിടെ ഞാൻ ചെയ്യാമെന്ന് റിസൾട്ട് പറഞ്ഞല്ലേ, പറഞ്ഞ ആൾക്കാരോട് പറയാണ്, നിങ്ങൾ അതിന് തയ്യാറാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചത് എന്തും നിങ്ങളെ കൊണ്ട് നേടാൻ പറ്റും. അൾട്ടിമേറ്റ് പവർ നിങ്ങൾക്ക് ഉണ്ടാകാൻ പറ്റും. പക്ഷെ അതിന് അകത്ത് കിടക്കുന്ന ഒരു സാധനമുണ്ട്, നമ്മുടെ എനർജി എന്ന് പറയുന്ന സാധനം. ഇത് കൂടണം. ഇത് കൂടണമെങ്കിൽ എന്ത് ചെയ്യണം? എനർജി കൂടണമെങ്കിൽ അതാണ് ഇന്നലെ പറഞ്ഞ കാര്യം. എനർജി വെറുതെ കിട്ടോ? ഒരു ദിവസം 6 കിലോ പൊക്കുമ്പോ കൈ വേദനിക്കില്ല, 7 കിലോ പൊക്കുമ്പോ കൈ വേദനിക്കില്ല, 8 കിലോ ആകുമ്പോ ചെറിയ വേദന അവിടെ ഇവിടെ. അപ്പൊ പറയും സാറേ വേദനിക്കുന്നു. 9 കിലോ പൊക്കുമ്പോ അയ്യോ നടു എവിടെയോ ഒരു ഉളുക്കി, അല്ലെ? ഇത് അനങ്ങാതെ കിടക്കുന്ന സാധനമാണ്. ശരീരത്തിന്, ഞാൻ പറഞ്ഞ ഈ സാധനത്തിന്, ഹിപ്നോസിസത്തിന് മാനിഫെസ്റ്റേഷന് ഫിസിക്കൽ എനർജി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫിസിക്കൽ ആൻഡ് പോസിറ്റീവ് എനർജി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതില്ലാത്തവർക്ക് പറ്റില്ല, കിട്ടില്ല. കാരണം നെഗറ്റീവ് കൂടുതലായിരിക്കും അവർക്ക്. ഈ നെഗറ്റീവ് ഉള്ളവരുടെ വിഷയം എന്താണെന്ന് അറിയോ? അവർക്കത് നെഗറ്റീവ് എന്ന് അറിയില്ല എന്നുള്ളതാണ്. ഇത് നെഗറ്റീവാണെന്ന് അറിയുന്നുണ്ടെങ്കിലേ വിഷയമുള്ളൂ. അറിയുന്നവര് മാറ്റും, അറിയാത്തവരോ? ഇന്നൊരാള് അത് നമ്മളിത് പറയുമ്പോ നമുക്ക് മനസ്സിലാവില്ല. അത് എങ്ങനെയാന്ന് വെച്ചാൽ മറ്റൊരു രൂപത്തിൽ പറയാം, മറ്റൊരു ഈസി ആയിട്ടൊരു മെത്തേഡ് പറയാം. നിങ്ങളെല്ലാം മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നവരാണെന്ന് പറഞ്ഞു, നിങ്ങൾ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് കുറെ ടെക്നിക്കുകൾ നിങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്, അത് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ചിലവർക്ക് കിട്ടുന്നുണ്ട്, ചിലവർക്ക് കിട്ടുന്നില്ല. നിങ്ങൾ ഈ ഞാൻ പറഞ്ഞു തരുന്ന ടെക്നിക്കുകൾ ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ബ്രെയിനിലുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളെയല്ലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അറിവുള്ള കാര്യങ്ങളല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കറക്റ്റ് ആണല്ലോ? നമുക്ക് അറിയുന്ന കാര്യങ്ങളിലെ ബ്രെയിൻ നമുക്ക് വർക്ക്, സബ് കോൺഷ്യസ് മൈൻഡിൽ എന്താണോ ഉള്ളത് അതാണ് പ്രവർത്തിക്കുന്നത് അറിയുമ്പോൾ നമ്മൾ അറിവുകൾ മാത്രമേ നമുക്ക് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ എവിടെ നിന്ന് കേട്ട് അറിവുകൾ സമ്പാദിക്കുന്ന കാര്യങ്ങളാണ് ചെയ്യുക. ഇപ്പോ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്ക് വീട്ടിൽ വിളക്ക് വെക്കണം. ഞാൻ ഇത്രയും പറഞ്ഞു. നിങ്ങളത് ശരി സാറ് പറഞ്ഞു 7 മണിക്ക് വിളക്ക് വെക്കണം. അപ്പോ 7 മണിയാകുമ്പോ വിളക്ക് വെക്കേണ്ട സമയമാകുമ്പോ നിങ്ങൾക്ക് ഡൗട്ടാണ്, ഞാൻ എന്നെ ജ്യോതി വിളക്ക് വെക്കണോ, നിലവിളക്ക് വെക്കണോ, മെഴുകുതിരി കത്തിക്കണോ, മറ്റേ അങ്ങനെ കുറെ വിളക്കുകൾ ഉണ്ടാവില്ലേ, ഇത് ഏത് കത്തിക്കണം? ആർക്കെങ്കിലും മറുപടി കൊടുക്കാൻ പറ്റുമോ അതിന്? ഇത് നിങ്ങളിൽ ഉണ്ടാവൂലേ? ഇതാണ് അവനവന്റെ തലയിൽ എന്താണോ ഉള്ളത് മാത്രമേ. ഇനി ഇതേ സിറ്റുവേഷൻ ഒരാൾ ജീവിതത്തിൽ നിലവിളക്ക് മാത്രമേ കണ്ടിട്ടുള്ളൂ, അയാൾക്ക് നിലവിളക്കേ വീട്ടിലുള്ളൂ, അയാൾക്ക് അവിടെ ഡൗട്ടുണ്ടോ? അയാൾ എന്തെങ്കിലും വേറെന്തോ ആലോചിക്കൂ? അയാൾ ആകെ നേരെ പോയി നിലവിളക്ക് കത്തിക്കും. കത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളോ അല്ലെങ്കിൽ വീട്ടിൽ അത് തന്നെ സ്ഥിരം മുമ്പേ ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് തന്നെ വിളക്ക്. അല്ലെങ്കിൽ മെഴുകുതിരി കത്തിക്കുന്നവരാണെങ്കിൽ നേരെ പോയി മെഴുകുതിരി എടുത്ത് കത്തിക്കും. വിളക്ക് കത്തിച്ചല്ലോ, രണ്ടിന് ഗുണം ഒന്ന് തന്നെയല്ലേ? അവിടെ ഉണ്ടാകുന്ന ഒരു ഡൗട്ട് ഉണ്ടല്ലോ, ആ ഡൗട്ട് എങ്ങോട്ട് കൊണ്ടുപോകും നമ്മളെ? ഇത്തരം സിറ്റുവേഷൻ, അതായത് നമ്മൾ ചെയ്യുന്നതെല്ലാം നമ്മുടെ ബ്രെയിനിൽ ഉള്ളത് മാത്രമാണ്, ഉള്ളതാണ് സംഭവിക്കുന്നതെങ്കിൽ, നമ്മുടെ ബ്രെയിനിൽ ഉള്ളതാണ് എല്ലാം നമ്മൾ ചെയ്യുന്നത്. അപ്പൊ സംഭവിക്കുന്നത് അത് തന്നെ ആയിരിക്കില്ലേ? അപ്പൊ ഇതുവരെ സംഭവിക്കാത്ത ഒരു പുതിയത് സംഭവിക്കണം, എന്ത് ചെയ്യണം? ഇതുവരെ സംഭവിക്കാത്ത മറ്റൊന്ന് സംഭവിക്കണം, പുതിയ എന്തെങ്കിലും സാധനം അവിടെ കയറ്റി വെക്കണം. അതിനാണ് പുതിയ കാര്യങ്ങൾ പഠിക്കണം എന്ന് പറയുന്നത്. ഇത് പഠിച്ചാൽ മാത്രമേ നമുക്ക്
പുതിയ കാര്യങ്ങൾ. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താണോ അത് തന്നെ ചെയ്തു പോവുകയുള്ളൂ. പറഞ്ഞു വന്ന ഇത്രയാണ്, മാനിഫെസ്റ്റേഷൻ പ്രോസസ് നടക്കണമെങ്കിൽ നിങ്ങൾക്കതിൽ കൃത്യമായ വ്യക്തമായ കാര്യം വേണം. ഇത് എങ്ങനെ, എന്തുകൊണ്ട്, എങ്ങനെ എന്ന് താനിത് പറഞ്ഞ വളരെ കറക്റ്റ്. ബ്രെയിനിനെ പഠിപ്പിക്കണം. ബ്രെയിനിന് കൺഫ്യൂഷൻ കൊടുക്കരുത്. ബ്രെയിനിൽ കൺഫ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞിരുന്നു, 2 ഗ്ലാസ് എടുത്തു, 2 ഗ്ലാസ്സിൽ വെള്ളം എടുക്കുകയാണെന്ന് എഴുതിക്കോ. 2 ഗ്ലാസ് എടുത്ത് നിങ്ങൾ വെള്ളം എടുക്കുമ്പോൾ 2 ഗ്ലാസ്സിലും ഒഴിക്കാൻ പറ്റുന്ന വെള്ളത്തിന്റെ അളവ് ഒരുപോലെ ആയിക്കഴിഞ്ഞാൽ ആ വെള്ളം മറ്റൊരു സ്ഥലത്തേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ ആ വെള്ളം ഡബിൾ ആയി മാറും. അതായത് ഞാൻ നേരത്തെ കാണിച്ച അതേപോലെ 2 പുസ്തകങ്ങൾ അടുക്കി വെച്ചപ്പോൾ ഹൈറ്റ് കൂടുന്ന പോലെ 2 സമാനമായ ഊർജങ്ങൾ ഒന്നിച്ച് ചേർന്ന് കഴിഞ്ഞാൽ അവിടെ ഡബിൾ ഊർജമായി മാറും. അല്ലെ? സ്വാഭാവികമാണല്ലോ. നേരത്തെ ചക്ക എടുക്കാൻ പറഞ്ഞതുകൊണ്ടാണ്. 2 കപ്പാസിറ്റി ഉള്ള ആൾ ഒന്നിച്ചു കഴിഞ്ഞാൽ അതിന് എളുപ്പത്തിൽ പൊക്കാൻ പറ്റുന്ന എന്തുകൊണ്ടാണ്? അപ്പൊ ഡബിൾ ഊർജം അവിടെ, ഫോഴ്സ് അവിടെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. ഇത് സയൻസിൽ മറ്റൊരു എക്സ്പെരിമെന്റ് ഉണ്ട്, സ്പാം എന്ന് പറയുന്നത്. SPAM എന്ന് പറയും. അതിൽ ചെയ്യുന്ന എങ്ങനെയാണ്, 2500ഓളം എനർജിയുടെ എലിമെന്റ്സും ഒരാളുടെ ശരീരത്തിൽ, എനർജിയുടെ കുറെ സാധനങ്ങളുണ്ടല്ലോ, ഇതൊക്കെ എനർജി ആണെന്ന് അറിയാലോ. അങ്ങനെ ഓരോ സാധനങ്ങള് 10,000-2000ഓളം എനർജിയുള്ള സാധനങ്ങൾ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ കടത്തി വെച്ചിട്ട് അയാളുടെ എനർജി അളക്കുകയാണ്. ഇതിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത് എന്ന് അനലൈസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതായത് നമ്മുടെ ഓരോ ഭാഗത്ത്, കണ്ണടക്കാണോ അല്ലെങ്കിൽ കയ്യിലേക്കണോ, ഇതിങ്ങനെ ഓരോ സാധനങ്ങൾ അളക്കുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് എനർജി ഉള്ളത് ഏതിനായിരിക്കും എന്നറിയോ? ഒരു മനുഷ്യനില് ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് എനർജി ഉള്ളത് ഏത് ഭാവത്തിനാണെന്നറിയോ? ആ ഭാവത്തിന് പറയുന്ന പേരാണ് ഓതന്റിസിറ്റി എന്ന് പറയുന്നത്. അയാളുടെ ട്രൂത്ത്, ആ മനുഷ്യന്റെ സത്യം, അല്ലെ? ഓതന്റിസിറ്റി എന്നാൽ അയാളുടെ ഒറിജിൻ എന്താണോ അയാളത്, ആ സത്യത്തെയാണ് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുക. അതാണ് പ്രപഞ്ച സത്യം എന്ന് പറയുന്ന സാധനം. അത് അയാൾ എങ്ങനെ പ്രകടിപ്പിക്കുന്നു അതുപോലെ ഇരിക്കും അയാളുടെ മുഴുവൻ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വളരെ ലളിതമായി പറഞ്ഞാൽ, ഒരാൾക്ക് എന്തു നേടാനാവും എന്നത്, എന്ത് ലഭിക്കുമെന്നത് അയാളുടെ ഓതന്റിസിറ്റിയുമായി കണക്ട് ചെയ്തിരിക്കും. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, അയാളുടെ സത്വവും അയാൾക്ക് ലഭിക്കുന്നതും ഒന്ന് തന്നെയായിരിക്കും. കുറച്ച് കട്ടിയല്ലേ പറഞ്ഞു വന്നപ്പോ? ചക്കയിലൊക്കെ പറയുമ്പോൾ കുറച്ച് കാര്യമുണ്ട്. ഇതിപ്പോ ഈ ഓതന്റിസിറ്റി ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ മറ്റൊന്നുമില്ല, എളുപ്പം വിചാരിച്ചാൽ മതി, ഇത്രയും പറഞ്ഞാൽ മതി. നമ്മളുടെ ട്രൂത്ത്, നമ്മളിലുള്ള നമ്മുടെ സത്യം കൃത്യമായാൽ ഇതെല്ലാം വർക്ക് ചെയ്യും. അത് മാത്രമാണ് ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ്. അതായത് നമ്മൾ എവിടെയാണോ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കുന്നത്, നമ്മൾ ചെയ്യുന്ന പരിപാടിയിൽ എവിടെയാണോ ഒരു തരത്തിലും പൂർണ്ണമായും ക്ലാരിറ്റി ഉള്ളത്, അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. മാനിഫെസ്റ്റേഷൻ പവർ കൂട്ടാനുള്ള ഈസിയസ്റ്റ് മെത്തേഡ് വ്യക്തത ഉണ്ടാവുക. ചെയ്യുന്ന കാര്യങ്ങൾക്ക്, ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക്, എഴുതുന്ന കാര്യങ്ങൾക്ക്, പ്രവർത്തിക്കുന്ന കാര്യങ്ങൾക്ക്, പറയുന്ന വാക്കുകൾക്ക് ഓരോന്നിനും വ്യക്തത ഉണ്ടാവുക. ആ വ്യക്തത ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാം നടക്കും. നിങ്ങളൊരു വാക്ക് പറഞ്ഞോ, അത് നടന്നിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് അനുഭവം ഉണ്ട്, ഞാൻ ആ രീതിയിൽ പറയുന്നില്ല. നിങ്ങൾ പറയുന്നത് സാർ ഇങ്ങനെ ക്ലാസ്സിൽ പറഞ്ഞതൊക്കെ സംഭവിച്ചു എന്ന് പറയുന്നു. എങ്ങനെ സംഭവിക്കുക? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെങ്ങനെയാ സംഭവിക്കുക? ഇഷ്ടം പോലെ നിങ്ങൾക്ക് എക്സ്പെരിമെന്റ് ഉണ്ടല്ലേ? ഞാൻ പറഞ്ഞത് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഒന്നുമില്ല, ഇതിനകത്ത് വളരെ സിമ്പിൾ ആണ്. ഒരു കണ്ടീഷനും ഇല്ലാതെ ഞാനൊരു കാര്യം നിങ്ങളോട് പറയുന്നു, അത് ഒരു കണ്ടീഷൻ ഇല്ലാതെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അക്സെപ്റ്റ് ചെയ്യുന്നു, നിങ്ങളത് അംഗീകരിക്കുന്നു, അത് സംഭവിക്കും. സാറ് പറഞ്ഞു എങ്കിലായാലും, അല്ലെങ്കിൽ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ അതിനെ അംഗീകരിച്ചു, നിങ്ങൾ അതിന് ട്രൂത്തായി കണക്ട് ചെയ്തു. അവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ല. കൺഫ്യൂഷൻ ഉള്ളവർക്ക് സംഭവിക്കില്ല. കൺഫ്യൂഷൻ ഇല്ലാതിരുന്നാൽ അത് സംഭവിക്കും. ബിക്കോസ് നിങ്ങളുടെ സത്വവുമായി അത് ചേർന്നിരിക്കുന്നു. ആ ചേർന്നിരുന്നാൽ അത് ഞാൻ പറഞ്ഞാലും
മറ്റാര് പറഞ്ഞാലും എന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ അതിന് എങ്ങനെയാണ് കണക്ട് ചെയ്തെടുക്കുന്നത് എന്ന് മാത്രമാണ്. നിങ്ങൾ ഇതൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങളെ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ലോ ഓഫ് അട്രാക്ഷൻ, നിങ്ങളുടെ ആഗ്രഹത്തിൽ ഇത്രത്തോളം ഇത്രയും ക്ലാരിറ്റി സത്യസന്ധതയുണ്ടെന്ന് എനിക്ക് പലതിലും ഇല്ല കേട്ടോ. ഞാൻ പറയാം, സത്യമായിട്ട് പറയാം, എനിക്ക് പല കാര്യങ്ങൾക്കുമില്ല. പല കാര്യങ്ങൾക്കും നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന കാര്യത്തിന്, നിങ്ങൾ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യത്തിന് ഇത്രയും സത്യസന്ധത ഉണ്ടോ? ഇതൊന്ന് മാത്രം വിശകലനം ചെയ്യുക എന്ന് കുറേ സമയം പറഞ്ഞു. ഇത്രയും എളുപ്പത്തിൽ പറയാൻ ഇത്രയേ ഉള്ളൂ. മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് വർക്ക് ചെയ്യണമെങ്കിൽ അതിൽ കൃത്യമായ സത്യസന്ധമായ ക്ലാരിറ്റിയുള്ള ലക്ഷ്യമുണ്ടായിരിക്കണം. അതിൽ നമുക്ക് കളങ്കം ചേർക്കാൻ പാടില്ല. മനസ്സുകൊണ്ടോ ചിന്ത കൊണ്ടോ ഒരു തരത്തിലും കളങ്കമുണ്ടെങ്കിൽ അത് നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഉണ്ടാവില്ലെന്നില്ല, കാരണം യൂണിവേഴ്സൽ എനർജി എന്ന് പറയുന്നത് അത് മറ്റൊരു രൂപമാണ്. നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്ത് കിടക്കുന്ന സാധനം. ചിലപ്പോൾ അതൊക്കെ വർക്ക് ചെയ്യുന്നവർ, പക്ഷെ സാധ്യത ഏറ്റവും കൂടുതൽ 100% സത്യസന്ധമായി മുന്നോട്ട് നിൽക്കുന്നതാണ്. ഇത് മാത്രമാണ് നമുക്കുള്ളത്. ഉണ്ടെങ്കിൽ 100% വർക്ക് ചെയ്തിരിക്കും. ഇത് മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കാനുള്ളത്. സമയമായി, ഞങ്ങൾക്ക് പോകണം. അപ്പോ ഇതിൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. ഇത് വളരെ 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 സയന്റിഫിക്കലി പ്രൂവൺ ആയ ടെക്നിക്കാണ്. പക്ഷെ എനിക്ക് ഇങ്ങനെയൊക്കെ ലളിതമായി പറഞ്ഞതാണ്. ഇതിങ്ങനെ പറഞ്ഞാൽ പോരാ. ഇതൊക്കെ ലോ ഓഫ് അട്രാക്ഷനിലും ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷനിലും ഡീപ്പായിട്ട് പഠിപ്പിക്കുന്ന കാര്യമാണ്. വളരെ ഡീപ്പായിട്ട് പഠിക്കുന്നത്. കാരണം നല്ലോണം പഠിക്കാൻ ലോ ഓഫ് അട്രാക്ഷൻ നന്നായിട്ട് പഠിച്ച് ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് ടെക്നിക്കൊക്കെ കിട്ടുമ്പോൾ ചിലപ്പോൾ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയെന്ന് വരും. ശരിക്കും പഠിച്ച് ചെയ്താണല്ലോ ലൈഫ് ലോങ് നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ. അപ്പൊ നമ്മളൊക്കെ ഇപ്പൊ എങ്ങനെയാ ചെയ്യുന്നത്? ഇപ്പൊ എത്രയും പ്രഷറിനകത്തും എത്രയും ജോലിക്കകത്ത് നിൽക്കുമ്പോൾ ഇത്രയും ആൾക്കാരൊക്കെ നിന്നുകൊണ്ട് എങ്ങനെയാ ഇപ്പൊ ഇതൊക്കെ നടക്കുന്നത്? ഒക്കെ നമ്മൾ ഇനിയിപ്പോ നോക്കോ, തൃശ്ശൂർ കണ്ടോളൂ നിങ്ങൾ, നമ്മുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യലുണ്ടല്ലോ. നിങ്ങൾ ഞെട്ടിപ്പോവും. ഞങ്ങളുടെ പരിപാടികളൊക്കെ തൃശ്ശൂർ നടക്കുന്നുണ്ട്. തൃശ്ശൂർ പ്രോഗ്രാമിൽ നിങ്ങൾ അന്ന് കാണും. നമ്മൾ എന്താ പറയാ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ചോദിച്ചു. സംഭവിക്കും. മാനിഫെസ്റ്റേഷൻ അത്ര പവർ ഉണ്ട്. അപ്പൊ എല്ലാവരും അതിനു വേണ്ടി ആക്കുക. താങ്ക് യു വെരി മച്ച്. ഇന്നത്തെ ക്ലാസ് കൂടെ അവസാനിപ്പിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ് സെഷൻ സംസാരിക്കാം. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്. യെസ്. താങ്ക് യു സർ. Thank you, sir. Thank you, sir. Okay, bye bye. Thank you. Thank you, sir. താങ്ക് യു സർ. Thank you, sir.